ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയൻ ലൂണയെ കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിടുന്നു എന്നുള്ള വാർത്ത നേരത്തെ തന്നെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ തന്നെ ആ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ താരത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് വേണ്ട ടീമുകളെ പരിഗണിക്കാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരും സീസണിലേക്കുള്ള പ്ലാനിൽ താരമില്ല എന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു വാർത്ത നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് IFT ന്യൂസ് മീഡിയ എന്ന ചാനൽ മാത്രമാണ്. ഈ ഒരു മാധ്യമം മാത്രമാണ് ഈ കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ നിലയിൽ വന്നിട്ടില്ല അഡ്രിയൻ ലൂണയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവർ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, താരത്തിനായി FC ഗോവ, മുംബൈ സിറ്റി FC എന്നീ ടീമുകളും രംഗത്തുണ്ട് എന്നുള്ള കാര്യം. നിലവിൽ അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെങ്കിൽ താരം ഇന്ത്യ വിടാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ താരത്തിനുള്ള അത്രമുള്ള ഫാൻസും താരത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ അറിയാവുന്ന ടീമുകളും താരത്തിന് പരിചയമുള്ള പ്ലേയേഴ്സുമുള്ള സ്ഥലം വേറെയില്ല. ഇതിൽ താരമാകട്ടെ 3 വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ്. ഇന്ത്യൻ മണ്ണിൽ പന്ത് ഉയർത്തുന്ന ഒരു സൂപ്പർ താരം തന്നെയാണ് അഡ്രിയൻ ലൂണ. ISL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫോറിൻ താരങ്ങളിൽ ഒരാൾ തന്നെയാണ് അഡ്രിയൻ നിക്കോളാസ് ലൂണ. അപ്പോൾ താരത്തിനെ സ്വന്തമാക്കാൻ FC ഗോവ, മുംബൈ സിറ്റി FC എന്നീ ടീമുകൾ ഇരിയും കരവും നീട്ടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ മുംബൈ സിറ്റി FC ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി അഡ്രിയൻ ലൂണയെ സ്വന്തമാക്കുമ്പോൾ ആ സമയം അദ്ദേഹത്തിൻ്റെ, അതായത് അഡ്രിയൻ ലൂണ A-ലീഗിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കോച്ചായിട്ട് ഉണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു മുംബൈ സിറ്റി FCയുടെയും കോച്ച്. അന്ന് അഡ്രിയൻ ലൂണയെ മുംബൈ സിറ്റി FC സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പോലും അഡ്രിയൻ ലൂണ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സാണ് ചൂസ് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ മുംബൈ സിറ്റി FCക്ക് അന്നു മുതൽ തന്നെ അഡ്രിയൻ ലൂണയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. അതിനോടൊപ്പം FC ഗോവയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അഡ്രിയൻ ലൂണയെ സ്വന്തമാക്കാൻ FC ഗോവ നോക്കിയിരുന്നു. അപ്പോൾ വീണ് കിട്ടിയ അവസരം ഒരിക്കലും FC ഗോവ പാഴാക്കിക്കറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അഡ്രിയൻ ലൂണയെ എന്ത് വില കൊടുത്തും FC ഗോവ സ്വന്തമാക്കിയിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ അഡ്രിയൻ ലൂണയ്ക്ക് കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നെങ്കിൽ താരത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ താരത്തിന് വേണ്ടി മറ്റു ടീമുകൾ ട്രാൻസ്ഫർ ഫീ കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകണം. ഇതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിൽ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയൻ ലൂണയോട് പറഞ്ഞിട്ടുള്ളത് താങ്കൾക്ക് വേണ്ട ഓപ്ഷൻസ് നോക്കാമെന്ന് തന്നെയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് അഡ്രിയൻ ലൂണയ്ക്ക് ടൈംസ് ഓക്കെ ആയ ഇതിലും ടീമുമായി ചർച്ച നടത്തി ഒരു ട്രാൻസ്ഫർ ഫീ കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങിച്ച് താരത്തെ വിട്ടുകൊടുക്കാനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ശ്രമിക്കുക. അതല്ല താരത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ലാഭം ഇതിൽ നിന്നുണ്ടാകില്ല. അപ്പോൾ അഡ്രിയൻ ലൂണയെ പോലെ ഒരു താരത്തെ ഫ്രീ ആയി വിട്ടുകൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായേക്കില്ല. നിലവിൽ കിട്ടുന്ന ഒരു വലിയ ട്രാൻസ്ഫർ ഫീ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടേക്കും മറ്റു ടീമുകളോട്. അപ്പോൾ കണ്ടിനറിയണം അഡ്രിയൻ ലൂണയെ കേരള ബ്ലാസ്റ്റേഴ്സ് ലാഭത്തിൽ വിൽക്കുമോ എന്ന്. അപ്പോൾ അഡ്രിയൻ ലൂണ ടീമിൽ വിട്ടു പോകുമോ എന്ന് തന്നെ നിലവിൽ ഒഫീഷ്യലായ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ കണ്ടു തന്നെ അറിയണം എന്തായിരിക്കും നടക്കുക എന്ന്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്ത വീണ്ടും കാണാം.